Good afternoon, all. Okay, voice കേൾക്കുന്നില്ലേ? Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay. എല്ലാവരും ഒരു പുതിയ കോഴ്സിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. Okay, എന്റെ പേര് സോളിൻ. ഇപ്പോ എന്നോടൊപ്പം തന്നെ നമ്മുടെ 2 ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടും. എന്താണ് ഓരോ അടുത്ത ക്ലാസ്സുകളിൽ ആയിട്ട് അവർ വരും. ഓക്കെ, നമുക്കിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ നമ്മുടെ കോഴ്സ്. എന്തായാലും ഭയങ്കര അല്ലെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ പ്രതീക്ഷ തന്നെ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാം. എന്തെങ്കിലും ക്ലാസ്സിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയക്കാം. ഓക്കെ, എല്ലാവരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് അല്ലേ? എറണാകുളം ഡിസ്ട്രിക്റ്റുകാരുണ്ടോ? എറണാകുളം ഡിസ്ട്രിക്റ്റുകാരൊന്നും ഇല്ലേ? ഉണ്ട്. ഇതിൽ എന്താണ് പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉള്ളവരുണ്ട് അല്ലെ? ചിലപ്പോ പക്ഷേ എന്റെ വോയിസ് അല്ലെ എന്റെ ചിലപ്പോ ലാംഗ്വേജ് നിങ്ങൾക്ക് സ്പീഡ് അങ്ങനെയൊക്കെ കൂടുതലുള്ളവരായിട്ടെന്ന് തോന്നാം. അപ്പൊ എന്തെങ്കിലും സ്ലോ ആയിട്ട് പറയണമെങ്കിലോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ചോദിക്കാം. ഓക്കെ, മെസ്സേജ് അയച്ച് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ലാസ്റ്റ് ടൈമിലും എന്താണ് അൺമ്യൂട്ട് ആക്കുന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ വെക്കും. ക്ലാസ് എടുക്കുന്ന ടൈമിൽ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുള്ളൂ. കാരണം ആരെങ്കിലൊക്കെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ അൺമ്യൂട്ട് ആക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലിയർ ആണോ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും കയ്യിലെ ടെക്സ്റ്റുകളൊക്കെ എത്തിയോ? ടെക്സ്റ്റ് ഒക്കെ ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുകളിൽ എത്തിയോ? ഇല്ല, ഉള്ളവരും ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാത്തവരുമുണ്ട്. പൊതുവെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റില് എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് നോട്ട്സ് ഒന്നും തരുന്നതല്ല. നിങ്ങൾക്കറിയാം, കയ്യിൽ കിട്ടിയിരിക്കുന്നവർക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ അറിയാം അത്യാവശ്യം A4 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കവർ ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഭൂരിഭാഗം പേർക്കും ഇപ്പൊ കയ്യിൽ ടെക്സ്റ്റ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? റെസ്പോണ്ട് ചെയ്യാട്ടോ. എല്ലാവരും പരസ്പരം തന്നെ നമുക്ക് ക്ലാസ്സിൽ ഒന്നിച്ച് മൂവ് ചെയ്യാം. എല്ലാവർക്കും ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. അതായത് നമ്മൾ എന്താ പറയാ ക്ലാസ് എടുക്കുന്നത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്കറിയാം ഒറ്റയടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊടുക്കുക നമ്മളായിട്ട് നിങ്ങളെ കാണുന്നില്ല അല്ലെ? അപ്പൊ ഇതിനിടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളത് എത്രത്തോളം കെയർ ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ റെസ്പോണ്ട് ചെയ്യുക അനുസരിച്ചിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വലിയ ബോറൊന്നും ഇല്ലാതെ തന്നെ ക്ലാസ് മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതൊരിക്കലും നമുക്ക് നോട്ട്സ് തന്ന് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട്
നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലെ. ഒരു 1 മണിക്കൂറിന്റെ ഡെയിലി ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട്സ് തരിക എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തില് നോട്ട്സ് സ്പെഷ്യലി നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് തീരില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും മീനിങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മീനിങ്സ് പറഞ്ഞു കൊടുക്കാം അല്ലെ. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ പഠിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും PDF ഞാൻ എപ്പോ നമ്മളെ ക്ലാസ്സിൽ ഇടുമ്പോൾ നിങ്ങൾ ഓക്കെ സ്ക്രീനിൽ വിസിബിൾ അല്ലേ? ഇപ്പൊ വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. ക്ലാസ് റൂമിൽ ഞങ്ങൾ എന്തായാലും PDF ഇടും, ക്ലാസ് എടുക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് അത് ഞങ്ങൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് വായിച്ചു പോകാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ലെക്ചർ നോട്ട് പോലെ ക്ലാസ് എടുക്കണതിനൊപ്പം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഒരുപാട് എന്താ പറയാ നോട്ട് എഴുതുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ചാപ്റ്റേഴ്സ് അങ്ങനെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് ഐഡിയാസ് ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്തെങ്കിലും നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ക്ലാസ് എടുത്ത് തുടങ്ങിയാലോ? എന്തായാലും എക്സാമിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറും. കാരണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറും. തീർച്ചയായിട്ടും അതൊക്കെ എന്താണ് ഫസ്റ്റിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അറിയാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. കാരണം അവിടെ എത്രത്തോളം മെഷീനറിയോ അല്ലെങ്കിൽ ഫണ്ട് അല്ലെങ്കിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും അതിന്റെ ഒരു കൺട്രോളിങ് പവർ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അത് കാഴ്ചവെക്കുന്നത് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബിഹേവിയർ ആയിരിക്കും അല്ലെ. അപ്പൊ അത് ആ ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ അതിന്റെ റിസൾട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു ഹ്യൂമന്റെ എഫേർട്ട് ഇല്ലാതെ അവരുടെ ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കുമോ? ഒരു ഓർഗനൈസേഷനിൽ കേസ് ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ കൂടി നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കണമെങ്കിൽ അല്ലെ അതിന്റെ ഫലം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് അവിടെ ആവശ്യമാണ് അല്ലെ. ഒരു മനുഷ്യന്റെ വിഭവശേഷിയുടെ എഫേർട്ട് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്, വേണ്ടിവരും അല്ലെ. ഞാൻ അങ്ങനെ തന്നെയാ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറയുന്നതാണ്. നമ്മൾ എന്താ പറയാ ആക്ച്വലി വെറുതെ എന്ന് ജസ്റ്റ് വായിച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് അല്ലെ ഞങ്ങളും കൂടെ ഒന്ന് എന്താണ് പരസ്പരം മെസ്സേജ് ഒക്കെ അയച്ച് ഷെയർ ചെയ്ത് മൂവ് ചെയ്ത് പോവാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് ഏതോ ഒരു ഓർഗനൈസേഷനിലും മസ്റ്റായിട്ടും ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ് തന്നെ ഏതൊരു ഓർഗനൈസേഷനിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് മിഷനറി അല്ലെ. മിഷനറിയുടെ എന്താണ് ഉത്ഭവം വരുന്നില്ല. അപ്പൊ ഹ്യൂമന്റെ എഫേർട്ട് മാത്രമാണ് അവിടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് അല്ലെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എപ്പോഴും എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മെഷീന്റെ ഉത്ഭവം കൂടുതലാണ് അല്ലെ. എന്തിനേയും മെഷീനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അവിടെ വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അതിന്റെ പിന്നിൽ ആരുടെ എഫേർട്ട് മസ്റ്റായിട്ട് വേണം? അവിടെ എന്താണ് അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ടും മസ്റ്റായിട്ട് വേണം. വെറുതെ മെഷീൻ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് റിസൾട്ടുകൾ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല.
മസ്റ്റായിട്ടും ഏതോ ഒരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് അത് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ചിട്ടയായിട്ടുള്ള ഒരു ക്രമീകരണത്തോട് കൂടിയിട്ട് മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതെല്ലാം റഫായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ വലിയ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ എന്താണ് ഒരു ഓർഗനൈസേഷൻ ഒരു ഫേം മുന്നോട്ട് കൊണ്ടുപോവാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ റിസൾട്ട് അത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് അത് പരാജയത്തിലേക്കായിരിക്കും പോകുന്നത്. വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ നല്ല മാക്സിമം അല്ലെ നല്ല റിസൾട്ടോട് കൂടിയിട്ട് എത്താനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് തന്നെ സ്റ്റഡി ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ അവരുടെ സ്വന്തമായിട്ടുള്ള സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലേക്ക് തന്നെ അവിടെയുള്ള ഹ്യൂമൻ എഫേർട്ടിനെ മൂവ് ചെയ്തിട്ട് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ മുന്നിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ്ങിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത്. ഓക്കെ, നിങ്ങളും പഠിക്കുന്നത് എന്താണ് ഒരു നല്ലൊരു കരിയർ അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ്ങില് നമ്മൾ ഏബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. അതിലെന്താ പറയുന്നത് മീനിങ് അല്ലെ, ഇൻട്രൊഡക്ഷനിലെ മീനിങ് എന്താണ് പറയുന്നത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് പറയുന്നത്. നമുക്ക് ആ മീനിങ്ങിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് എക്സെട്ര of the human resources in order to achieve organizational, social and individual objectives. ഓക്കെ, ആ ഡെഫിനിഷനിൽ എല്ലാം കൂടി ഒറ്റയിരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ. അതിന് ഈ ഒരു പ്രധാനപ്പെട്ട ആ ഒരു 3 ലൈൻ തന്നെയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതോ ഒരു ഓർഗനൈസേഷനും എന്തുണ്ടാവും, ഏതോ ഒരു ഓർഗനൈസേഷനിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവില്ലേ, ഒരു എയിം ഉണ്ടാവില്ലേ, ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ. ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഇൻ കേസ് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെ ഒരു ഗുഡ്സ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ബിസിനസ് ആയിക്കോട്ടെ, എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരു എയിം ഉണ്ടായിരിക്കും. യെസ് അല്ലെ, എയിം ഉണ്ടാവും. നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ മെസ്സേജ് അയച്ചു വരുമ്പോഴാണ് നമുക്ക് ക്ലാസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തായാലും ഒരു ലക്ഷ്യമുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ, അവിടെ ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമാണോ അവിടെ ഒരു ലക്ഷ്യമുള്ളത്? അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഏർണിങ്സ് വേണം അല്ലെ, ഇന്നൊരു വരുമാനം വേണം, സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി വേണം അല്ലെ, ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. അവിടെ ഓർഗനൈസേഷനില് എംപ്ലോയർക്ക് ഒരു എയിമുണ്ട്, ദെൻ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും ഒരു ലക്ഷ്യമുണ്ട്. അത് മാത്രമല്ല സോഷ്യലായിട്ട് അല്ലെ, സമൂഹത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഇനിയൊരു സ്ഥാപനം അല്ലെ, അവിടെ ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റല്, അവിടെ ഒരു ലൊക്കാലിറ്റിയിൽ, അതായത് ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ അവിടെ ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ളവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ഓക്കെ, ആ ഒരു അവിടെയുള്ള ജനറേഷനൊക്കെ അല്ലെ, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അത് സമൂഹത്തിന് നല്ലൊരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവിടെ ആ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത് അല്ലെ. ഉണ്ടാവില്ലേ? എല്ലായിടത്തും എന്ത് സ്ഥാപനം നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ ചിലയിടത്ത് പെർമിഷൻ കൊടുക്കണമെന്നില്ല അല്ലെ, അനുമതി കൊടുക്കണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കാം, ഏതോ ഒരു സ്ഥാപനത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. അവിടെയുള്ള എംപ്ലോയീസ് ആണെങ്കിലും അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. അതേമാതിരി സൊസൈറ്റിക്കും അതിൻ്റെതായ ലക്ഷ്യമുണ്ട് അല്ലെ. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷൻ സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. അവിടെ സോഷ്യലായിട്ടും എന്താണ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഇൻഡിവിജ്വൽ ആയിട്ടും ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഈ ലക്ഷ്യമുണ്ട്. ഇനി ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഹ്യൂമൻ എഫേർട്ടിനെ അല്ലെ, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ, ഒരു
കാര്യക്ഷമമായ രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം. അതിനാവശ്യമായിട്ടുള്ള ആസൂത്രണവും സംഘാടനവും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും കോമ്പൻസേഷനും അല്ലെ, എന്തെങ്കിലുമൊക്കെ അവിടെയുള്ള എംപ്ലോയേഴ്സിനൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുത്ത് അവിടെ സ്കില്ലും എന്താണ് എബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ കൊടുത്തു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ അല്ലെ, മിഷനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് എന്തെങ്കിലും അല്ലെ അപ്പൊ അപ്ഡേഷനൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് ഈ വിചാരിച്ച രീതിയിലുള്ള ലക്ഷ്യങ്ങൾ, ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ. അവിടെ എന്തിന്റെ മാനേജ്മെന്റ് അവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്? അവിടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ആ മാനേജ്മെന്റ് ആണ് അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ എന്താണ് ഇവരുടെ മാനേജ്മെന്റ് അല്ലെ, അത് എന്തിനെയാണ് ലക്ഷ്യമിടുന്നത്? അവിടെയുള്ള ഓർഗനൈസേഷന്റെയും സോഷ്യലിന്റെയും അതേമാതിരി തന്നെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിംഗ്, organizing, directing, controlling, compensation, development, integration, maintenance, etc. of human resources in order to achieve organizational, social and individual objectives. ഓക്കെ, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് അല്ലെ, അതൊക്കെ ഡിഫൈൻ ചെയ്ത് തന്നെ പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ടൊക്കെ തന്നെ അല്ലെ, ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, ഈ ഒരു മീനിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒക്കെയാണ്. ഇങ്ങനെ മൂവ് ചെയ്താൽ മതിയോ? മനസ്സിലായി പോകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഓക്കെ. അപ്പോ എന്താണ് HR എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഹ്യൂമനെ എന്താണ് മാനേജ് ചെയ്യുന്ന രീതിയാണ്. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ഹ്യൂമനെ ഇത്തരത്തില് മാനേജ് ചെയ്തു പോകുന്നത്. ദെൻ കൺസെപ്റ്റ് ഓഫ് HRM, ഡെഫിനിഷൻ അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, ഹ്യൂമന്റെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്? ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെ. അവിടെയുള്ള എംപ്ലോയറുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സൊസൈറ്റി, സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് HR. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR or human resource is the strategic approach to the effective management of people in a company or a organization such that they help their business gain a competitive advantage. അതായത് നമുക്കറിയാം അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ അവിടെ ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമാണ് ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അതായത് മത്സരത്തോട് കൂടിയിട്ടുള്ള ഈ ഓർഗനൈസേഷൻ ഈ ഒരു കാലഘട്ടത്തില് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. എഫക്റ്റീവായിട്ട് തന്നെ അവിടെയുള്ള പീപ്പിളിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ തന്ത്രപരമായിട്ടുള്ള പല അപ്രോച്ചുകൾ, സമീപനങ്ങൾ അവിടെ അവരുടെ ഇടയിൽ എടുക്കേണ്ടതുണ്ട് അല്ലെ. അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന്, അതായത് നമ്മളിപ്പോ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. സബോർഡിനേറ്റ് ആയിട്ടും അതിന് മേലുദ്യോഗസ്ഥരായിട്ട് അതിന് അല്ലെ ഓരോ ലെവലിലുള്ള ജീവനക്കാരും അവര് വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലെവലില്, ടോപ്പ് ലെവൽ മുതൽ സബോർഡിനേറ്റ് വരെയുള്ള എല്ലാ തലങ്ങളിലും ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. അപ്പൊ ഇവരുടെ ഇടയിൽ തന്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള സമീപനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് അവർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ എ കമ്പനി or organization such that they help their business gain a competitive advantage. അപ്പൊ
മത്സരത്തോട് കൂടിയിട്ട് അല്ലെ നല്ല ഏത് മത്സര സംഭവമായ ഈ കാലഘട്ടത്തില് ഏത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വെല്ലുവിളി വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട് പാകത്തില് അവിടെയുള്ള എംപ്ലോയീസിനെ ഒരുക്കി തീർക്കുക. അങ്ങനെ ഒരുക്കി തീർക്കാനായിട്ട് അതിനുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടും സാധിക്കും. It is designed to maximum employee performance in service of an employer's strategic objectives. എന്താണ് ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിസൈൻ ടു മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ സർവീസ് അല്ലെ. അവിടെ മാക്സിമം ആയിട്ട് അതായത് ആ വ്യക്തിക്ക് അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് ധാരാളം അല്ലെ കഴിയാവുന്നത്രയും നല്ല രീതിയിലുള്ള പ്രകടനം അവരുടെ വർക്ക് എഫേർട്ട് അല്ലെ അത് നല്ല രീതിയിൽ കാഴ്ചവെക്കാനായിട്ട് അല്ലെ അതിനാവശ്യമായിട്ടുള്ള ലക്ഷ്യമെങ്കിൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെയായിരിക്കും അവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡിസൈൻ ടു മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് an employer's strategic objectives. അപ്പൊ ഓരോ തൊഴിലുടമയും നിശ്ചിത ലക്ഷ്യം നേടണമെന്നുള്ള ഒരു കാര്യത്തോടു കൂടിയായിരിക്കും ഒരു ഫോമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് മാക്സിമം പ്രകടനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ അവര് അതിനു വേണ്ടിയിട്ട് പ്രയോഗിക്കും. The scope of HRM is a very wide personal aspect. This is concerned with the manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentives, productivity, etc. നമുക്കറിയാം ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ ഇതിന് വരുന്നുണ്ട് അല്ലെ. ഇതില് പ്രധാനം ഒരു വലിയൊരു വൈഡായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഒരു ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഹ്യൂമൻ എഫേർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു എംപ്ലോയിയുടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്താണ് ആദ്യം തന്നെ വേക്കൻസി വരുമോ എന്ന് കണക്കാക്കണം അല്ലെ. നിലവിലൊരു സ്ഥാപനം പുതിയതായിട്ട് തുടങ്ങിയാണെങ്കിലും നമുക്കറിയാം ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും തുടങ്ങാം. ഇത്രയും മെഷീൻ അല്ലെങ്കിൽ ഇത്ര ഹ്യൂമൻ ബീയിങ്ങിന്റെ എഫേർട്ട് അവിടെ വേണം എങ്കിൽ മാത്രമാണ് അല്ലെ ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങും ആ മെഷീനും കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇൻ കേസ് നിലവിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ നമുക്കറിയാം അവിടെ എത്രത്തോളം വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ റിട്ടയർമെന്റ് വഴി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള എംപ്ലോയീസ്. അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേസുകളൊക്കെ വന്നിട്ട് എംപ്ലോയീസിന് അല്ലെ പെട്ടെന്ന് ലീവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണക്കിൽ എടുത്തുകൊണ്ട് തന്നെ വേക്കൻസികൾ മുൻകൂട്ടി എന്താണ് എംപ്ലോയറെ കണക്കാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അതനുസരിച്ചിട്ട് എന്താണ് അവർക്ക് റിക്രൂട്ട്മെന്റ് കണ്ടെത്തണം അല്ലെ. അവിടെ ഉള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻസുകൾ കണ്ടെത്തണം. നമുക്കറിയാം നല്ല യോഗ്യരായവരുടെ ആപ്ലിക്കേഷൻസുകൾ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു ബെറ്റർ പെർഫോമൻസ് നേടിയെടുക്കുന്ന എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നല്ല യോഗ്യമല്ലാത്ത കഴിവും അല്ലെ അതേമാതിരി തന്നെ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പേഴ്സണെ നമ്മൾ വേക്കൻസിയിൽ ഫില്ല് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നല്ല റിസൾട്ട് ആയിരിക്കുമോ? യോഗ്യരല്ലാത്ത പേഴ്സൺസിനെ നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? നല്ല റിസൾട്ട് ആയിരിക്കുമോ? അല്ല അല്ലെ. നല്ല റിസൾട്ട് ആവണമെങ്കിൽ നല്ല അല്ലെ ഫീൽഡ് ആയിരിക്കും അല്ലെ. നല്ല റിസൾട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആപ്ലിക്കേഷൻസ് കിട്ടണം അല്ലെ. ചിലപ്പോൾ നമുക്കറിയാം ചില നല്ല നല്ല കമ്പനികളൊക്കെ ഫ്രഷേഴ്സിൽ നിന്ന് തന്നെ അല്ലെ നമ്മുടെ കമ്പനികൾ തന്നെ നേരിട്ട് പോയി ആപ്ലിക്കേഷൻസ് കണ്ടെത്താറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റുകൾ കണ്ടെത്തും അല്ലെ. അപ്പൊ അവരുടെ കഴിവുകൾ ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും എന്താണ് പ്രത്യേകമായിട്ടുള്ള പ്രദർശന കാര്യങ്ങളൊക്കെ എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ യോഗ്യരായവരെ കണ്ടെത്താനാണ് അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒക്കെ അവർ നടത്തുന്നത്. എന്നാലും ഇങ്ങനെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യണം അല്ലെ. ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കും. ഏതൊരാണ് അല്ലെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏജും അല്ലെ അത് നല്ല കഴിവുള്ള വ്യക്തിയാണോ അതൊക്കെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ അവര് ഡ്യൂട്ടിയിലൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കാഴ്ചവെക്കുന്നു. വീണ്ടും നമുക്കറിയാം ചിലപ്പോൾ വീണ്ടും അല്ലെ മറ്റു ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ പരിപാടികൾ അല്ലെ ട്രാൻസ്ഫർ ഒക്കെ കൊടുത്ത് അവിടേക്ക് മേബിൾ ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഒക്കെ ആവശ്യകതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങനെയുള്ള കുറെ ബ്രാഞ്ചുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ശ്രമിക്കും. ദെൻ വീണ്ടും എന്താണ് ചിലപ്പോഴൊക്കെ വേക്കൻസികൾ വരുന്നത് അല്ലെ നിലവിലുള്ള വേക്കൻസികൾ വരുമ്പോൾ നമുക്കറിയാം ഒരു കമ്പനിയാണെങ്കിൽ അവിടെ വേക്കൻസികൾ വരുമ്പോൾ ആദ്യം തന്നെ അവരാദ്യം ശ്രദ്ധിക്കുന്നത്
നമ്മുടെ കമ്പനിയിൽ തന്നെ യോഗ്യരായ വ്യക്തികളുണ്ടോ ഈ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്? എക്സ്പീരിയൻസ് കഴിവുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അധികം ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ തന്നെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അവരെ പ്രൊമോഷൻ ഒക്കെ കൊടുത്തു നിർത്തും. ക്ലിയർ ആവുന്നില്ല? സ്പീഡ് കൂടുതലാണോ? വോയിസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? എല്ലാവർക്കും എങ്ങനെയാണ്? നെറ്റ് ഇഷ്യൂ ആണോ എന്നറിയാനാണ്. വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണ്, ക്ലിയർ ആണ്, നോ പ്രോബ്ലം എന്നൊക്കെ പറയുന്നുണ്ട്. കട്ടാവുന്നുണ്ട് ചിലപ്പോഴെങ്കിലും, സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ട്. നോക്കാം. ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മള് ഈ ഒരു പോയിന്റ് ഒന്നിച്ച് വിവരിച്ചു പോവുകയുണ്ടോ? ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിവരിച്ചു പോകുമ്പോൾ നിങ്ങൾ പേടിയൊന്നും വിചാരിക്കണ്ട. കാരണം ഈ പറഞ്ഞ മാതിരി മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ചാപ്റ്ററുകളിലുണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സെലക്ഷൻ ഉണ്ട്, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ്, അതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ ഉടനീളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കലും സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ വീടിലൊന്നല്ല ഒതുക്കുന്നത്. 2-3 അല്ലെ 5-8 പേജുകൾ തന്നെ അതിനു വേണ്ടി മാത്രം നീക്കിവെച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് അറിയാം ഒക്കെ ബ്രീഫായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, കൊമേഴ്സുകാരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഉണ്ടാവില്ലേ കൊമേഴ്സുകാര്? ഇല്ലേ കൊമേഴ്സ്? ഉണ്ട് അല്ലെ. കൊമേഴ്സുകാർക്ക് അറിയാൻ പറ്റും എന്താണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ. കുറെ പേര് കൊമേഴ്സ് അല്ല. പേടിക്കാനൊന്നുമില്ല കേട്ടോ. നിങ്ങള് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു പേരൊന്നും വേദിക്കണ്ട. കൊമേഴ്സുകാർക്ക് എല്ലാം പറ്റുന്ന അല്ലെ, അല്ലാത്തവർക്കും പറ്റാവുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഇതെല്ലാം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റേഴ്സുകളാണ്. ഓക്കെ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ റിക്രൂട്ട്മെന്റ് അതെന്ത് സംഭവം, സെലക്ഷനും പ്ലേസ്മെന്റും ട്രാൻസ്ഫറും പ്രൊമോഷനും ഇതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു പോകുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് താഴേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താണ് അതില് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് തന്നെ. ഓക്കെ, ഉണ്ടോ? ഇതിലൊക്കെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. നേച്ചർ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ സെലക്ഷൻ കാര്യം, റിക്രൂട്ട്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെലക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ജസ്റ്റ് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നമ്മളൊരു ഫസ്റ്റ് പേജ് ഒന്നും മൂവ് ചെയ്യുക പോലും ചെയ്യില്ല ഇതൊക്കെ പഠിപ്പിച്ച് തീർന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നത്. വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആപ്ലിക്കേഷൻസ് കണ്ടെത്തണം. അത് പല രീതിയിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് കണ്ടെത്താനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ തലങ്ങളും അങ്ങനെ തന്നെയാണ്. സെലക്ഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടും ധാരാളം പഠിക്കാനുണ്ട്. പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെ. നമുക്കൊരു വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു എംപ്ലോയിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കണം അല്ലെ. അപ്പൊ ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാലാണ് അതിൽ നിന്ന് ഏറ്റവും നല്ലത് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. മോർ ആപ്ലിക്കേഷൻസ് നമ്മുടെ അവൈലബിൾ ആകുമ്പോഴേ അതിൽ നിന്ന് ബെസ്റ്റ് വണ്ണ് ചൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള പോംവഴികൾ അവിടുത്തെ മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ദെൻ അതിൽ നിന്ന് എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ നടത്തും അല്ലെ. സെലക്ഷൻ പ്രൊസീജിയർ നടത്തുമ്പോഴും നമുക്കറിയാം ഒറ്റയടിക്ക് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്നല്ല അവർ നടത്തുക അല്ലെ. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അനുസരിച്ചിട്ട് സെലക്ഷൻ നടത്തുന്നവരുണ്ടാവും. അതല്ല, പക്ഷെ കുറച്ചും കൂടി വൈഡായിട്ട് കുറെ കാര്യങ്ങൾ അല്ലെ, സ്റ്റെപ്പായിട്ട് തന്നെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നതും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ കുറെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. പ്ലേസ്മെന്റ് നമുക്കറിയാം, ഒരു വലിയ വലിയ കമ്പനി ആണെങ്കിൽ അവിടെ ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് നല്ല എംപ്ലോയി അല്ലെ. നമുക്ക് ഏറ്റവും മോസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം
കറക്റ്റ് പേഴ്സണ് കറക്റ്റ് പൊസിഷനിൽ അല്ലെ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. അവിടെ നല്ല കറക്റ്റ് പേഴ്സണെ തന്നെ കണ്ടെത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അല്ലെ ആ കമ്പനിക്ക് ബെറ്റർ റിസൾട്ട് ആ വ്യക്തിയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് മസ്റ്റായിട്ടും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എന്താണ് വീണ്ടും ട്രാൻസ്ഫർ അല്ലെ, ഇൻ കേസ് ബ്രാഞ്ചുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ഓർഡേഴ്സ് ഒക്കെ വരാം. അതായത് സെയിം നേച്ചറുള്ള ജോലിയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ വ്യത്യസ്ത ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓർഡർ നടത്തി അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാക്കും. നമുക്കറിയാം അത് ഓരോ ബ്രാഞ്ച് അനുസരിച്ചിട്ടൊക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പ്രൊമോഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്താണ് നിലവിലെ അല്ല ഒരു വേക്കൻസി വരുമ്പോൾ അവനവന്റെ കമ്പനികള് അല്ലെ ആ കമ്പനിയുടെ തന്നെ യോഗ്യരായവരുണ്ടോ എന്ന് ആദ്യം തന്നെ അനലൈസ് ചെയ്യും. അത് ഇവാലുവേറ്റ് ചെയ്ത് അത് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും നെക്സ്റ്റ് പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നടത്തണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക അല്ലെ. മേലെയുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവനവന്റെ ഓഫീസിലുള്ളവരെ തന്നെ അവനവന്റെ സ്ഥാപനത്തില് കമ്പനിയിലുള്ളവരെ തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം താഴേക്കുള്ള പോസ്റ്റുകളിൽ അല്ലെ ഏറ്റവും ഫീൽഡ് ആയിട്ടുള്ള ഏറ്റവും സബോർഡിനേറ്റ് ലെവലിലുള്ള ജീവനക്കാർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും അവര് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താണ് വീണ്ടും എന്താണ് ട്രെയിനിങ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോ ഇന്നോവേറ്റീവായ കാലഘട്ടത്തില് മോസ്റ്റ് ആയിട്ട് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെ പുതിയ സ്ട്രാറ്റജീസും പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ സ്ഥാപിക്കുന്നതനുസരിച്ചിട്ട് അവർക്ക് എന്താണ് മോസ്റ്റ് ആയിട്ടും ട്രെയിനിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക. അവിടെയുള്ള ജീവനക്കാർക്ക് നല്ല രീതിയിൽ അവരുടെ കഴിവ് അല്ലെ അവരുടെ സ്കില്ലും അല്ലെങ്കിൽ നോളജും അറിവും വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാം. ലേ ഓഫ് അല്ലെങ്കിൽ എന്താണ് അവരെ അല്ലെ താൽക്കാലികമായിട്ട് ചിലപ്പോ ചില കമ്പനികളൊക്കെ അല്ലെ സീസൺ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. അവരെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് പിരിച്ചു വിടേണ്ടതൊക്കെ ആയിട്ട് വരും. വീണ്ടും അവരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ സീസൺ കഴിയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ വീണ്ടും അവരെ തിരിച്ചിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ടും ഇവര് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു നിർത്തി അവരെ വീണ്ടും അല്ലെ ഒരു ചെറിയ ഇടവേളകൾക്കൊക്കെ ഗ്യാപ്പൊക്കെ അനുസരിച്ചിട്ട് അവരെ നിർത്തേണ്ടതായിട്ട് വരും. എൻട്രിച്ച്മെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ ചിലപ്പോ നഷ്ടത്തിലാണ് ഈ കമ്പനി പോകുന്നതെങ്കിലൊക്കെ ചിലപ്പോൾ പിരിച്ചുവിടേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാന്ന് മാത്രമേ ഉള്ളൂ. റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റി എക്സെട്ര എന്ന് വെച്ചാൽ അവർക്ക് പാരിതോഷികങ്ങളും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ കൂടുതൽ എഫേർട്ടുകൾ എടുത്ത് അവിടെയുള്ള ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക. പ്രൊഡക്ടിവിറ്റി അതെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പൻസേഷനുകൾ ചിലപ്പോ ആണെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ അല്ലെ ട്രിപ്പുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജിലൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുക. അങ്ങനെ പല അല്ലെ ഒരു കമ്പനിക്ക് എന്തൊക്കെ ആ എംപ്ലോയിക്ക് കൊടുത്തുകൊണ്ട് ആ എംപ്ലോയിയുടെ എഫേർട്ട് അത് നേടിയെടുക്കാൻ പറ്റുമോ അല്ലെ മാക്സിമം അവരെ യൂട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ അവിടെയുള്ള എംപ്ലോയർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇതൊരു വൈഡായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇത് വൈഡായിട്ട് അല്ലെ അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അത് വളരെ വിശാലമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് എങ്ങനെയാണ് ഇവരില് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ അതിനെ കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അവര് കമ്പനിയിൽ നിന്നൊക്കെ വിട്ടുപോകും. നല്ല യോഗ്യരായ വ്യക്തികളൊക്കെ എന്ത് ചെയ്യണം മറ്റു കമ്പനികൾ എന്തെങ്കിലും ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങടേക്ക് പോകാനായിട്ട് ശ്രമിക്കുമോ? അങ്ങനെ ശ്രമിക്കും അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് അവെയർ ആവണം അല്ലെ. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവർക്ക് ബോധ്യം ഉണ്ടാവണം. നല്ല വ്യക്തികളെ ഇവിടെ നിലനിർത്തുകയും വേണം, അവരെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുകയും വേണം. അങ്ങനെ കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോ? ാണോ ക്ലിയറാണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? വോയിസ് ക്ലിയർ ആയോ? ഓക്കെ ആയോ?
ചില നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് ഒക്കെ ആയതുകൊണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ മാതിരി ചില ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ചിലപ്പോ എന്റെ വോയിസ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അല്ലെ ടച്ച് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ് എങ്കിൽ ഓക്കെയാണ്. സ്പീഡ് കൂടുതലാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെയാണ്. നമുക്ക് അടുത്തതായിട്ട് മോഡൽസ് ഓഫ് HRM-ലേക്ക് കിടക്കാം അല്ലെ. കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. ദെൻ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഫോം റൺ മോഡൽ ആണ്. ഓക്കെയാണ്. ഓക്കെ. ഫസ്റ്റ് ഫോം റൺ മോഡൽ ഉണ്ട്, ദെൻ ഹവാർഡ് മോഡല്, ദെൻ ദ ബെസ്റ്റ് മോഡല്, ദ വാർവിക് മോഡല്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാര്യത്തിലെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത മോഡൽ, വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത അഭിപ്രായക്കാര് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു മോഡലുകൾ വരണം. ഓക്കെ. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. Human resource management meaning can be defined as the planning, organizing, directing, അല്ലെ, മെയിൻ്റെനൻസ് എക്സെട്ര. അതുവരേക്കും മെയിൻ്റെനൻസ് വരേക്കും നോക്കാം. ഏതെങ്കിലും മോഡലാണ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഡെഫിനേഷൻ മൊത്തത്തിൽ നമ്മൾ ക്യാച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓതേഴ്സ് ആണ് അല്ലെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ. ഇത് പ്രത്യേകിച്ച് ഓതേഴ്സിന്റെ പേരുകളൊന്നും അറിയാത്തത് കൊണ്ട് ജസ്റ്റ് ആ മീനിങ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് സിമ്പിൾ ആണെങ്കിലും ആരും മറക്കരുത്. HRM എന്ന് പറയുന്നത് അല്ലെ, അബ്രിവിയേഷൻസ് എപ്പോഴും നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ HRM എന്നൊക്കെ പറയേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. മോഡൽസിൽ നിന്നാണ് ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓരോ ചാപ്റ്റേഴ്സിൽ കുറച്ച് അല്ലെ കുഞ്ഞതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോണം. എവിടെ നിന്നാണ് എന്നുള്ള കാര്യം നമുക്ക് അത്രയും കൂടെ ക്ലിയർ ചെയ്ത് പറയാൻ പറ്റില്ല അല്ലെ. എങ്കിൽ കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയാറുണ്ട്, ഇറ്റ് ഡിസൈൻ ടു മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസ് അല്ലെ. അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് രൂപകൽപ്പന ചെയ്യുന്നത് എംപ്ലോയിയുടെ പെർഫോമൻസ് അല്ലെ കൂട്ടാൻ വേണ്ടിയിട്ട്, അത് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇതിൽ പെടാവുന്ന കാര്യങ്ങൾ, ഇതൊരു വൈഡ് ഇതായതുകൊണ്ട് സ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ മാതിരി തന്നെ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, പ്രൊമോഷൻ, ട്രെയിനിങ് അല്ലെ, ഏത് വേണമെങ്കിലും അതിൽ പെടാം. അതുകൊണ്ട് ഇപ്പൊ ഇൻ കേസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ, എന്തെങ്കിലുമൊക്കെ ഇതിൽ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ദി അബവ് അല്ലെ ആ ഉള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ. ഇനി ഫോബർ മോഡൽ നമുക്ക് അറിയാം. ഫോം റൺ മോഡല്, ഹവാർഡ് മോഡല്, ഗസ്റ്റ് മോഡല്, വാർവിക് മോഡല്. ആ മോഡൽ അനുസരിച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നോക്കാം, ഫോം റൺ മോഡലാണ്. ഫോം റൺ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? The four functions are selection, appraisal, development and rewards. These four constitute components of HRM and are expected to contribute to organization effectiveness. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം 4 ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഫോം റൺ മോഡലിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. അത് 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെലക്ഷൻ, അപ്രൈസൽ, ദെൻ ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. എന്താണ് സെലക്ഷൻ എന്നുള്ളത്? നമ്മൾ ജസ്റ്റ് കണ്ടു അല്ലെ, കുറെ റിക്രൂട്ട്മെന്റ് അപേക്ഷകളൊക്കെ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് നല്ല വ്യക്തികളെ സെലക്ട് ചെയ്യും. ഓക്കെ. നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, നല്ലവരെ നമ്മള് എന്താണ് വേക്കൻസി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലവരെ മീൻസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെ, നല്ല കഴിവുള്ള യോഗ്യരായവരെ കണ്ടെത്തിയാൽ തന്നെ ആ ബിസിനസ് ഫേം വിജയത്തിലേക്ക് എത്തും. കാരണം അവർക്ക് അവന് അല്ലെ ആ ഒരു എംപ്ലോയിക്ക് നന്നായിട്ട് എഫേർട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിയാം അല്ലെ. അപ്പൊ ആ സെലക്ഷൻ പ്രൊസീജിയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഞാൻ വീണ്ടും അപ്രൈസൽ. എന്താണ് അപ്രൈസൽ എന്ന് പറയുന്നത്? അതായത് അവരെ വിലയിരുത്തണം അല്ലെ, അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെ, ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെ, അങ്ങനെ അത് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ദെൻ നല്ലതാണെങ്കിൽ നമ്മൾ അവരെ പുകഴ്ത്തി കൊടുക്കേണ്ടതുണ്ട് അല്ലെ, ഓക്കെയാണ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്രീസിയേറ്റ് ചെയ്യണം. ദെൻ നമുക്കറിയാം ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു അവജ്ഞതയുണ്ട് എങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ അപാകത കൊണ്ടായിരിക്കാം. അപ്പൊ എന്താണ്, അവർക്ക് ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ കൈകാര്യം ചെയ്ത് കൊടുക്കണം. അതായത് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം. ട്രെയിനിങ്ങുകൾ ആ വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവരെന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുമോ? എന്തെങ്കിലും ട്രെയിനിങ് ഒരു വ്യക്തിക്ക്, ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണ് അവരിൽ മാറ്റം ഉണ്ടാവുക? എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ? യെസ്, ഉണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുക? അവരുടെ നോളജ് എങ്ങനെയായിരിക്കും? അറിവ് വർദ്ധിക്കുമോ? ട്രെയിനിങ് കിട്ടുമോ? നോളജ് വർദ്ധിക്കുമോ? യെസ്, നോളജ് വർദ്ധിക്കും അല്ലെ. അതേമാതിരി തന്നെ അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യും അല്ലെ, വർദ്ധിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇദ്ദേഹത്തിന്റെ അല്ലെ പ്രോഗ്രാം മോഡലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവർക്ക് സെലക്ഷൻ നടത്തുന്നത് നല്ല രീതിയിൽ തന്നെ പോകണം. ദെൻ അവരെ വിലയിരുത്തേണ്ടതുണ്ട്. അവർക്ക് ഡെവലപ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണം അല്ലെ. ഡെവലപ്മെന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് വികസിപ്പിച്ചു കൊണ്ടുവരണം. ദെൻ അങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ അറിയാം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അല്ലെ. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപാകത കഴിവ് കുറവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, അവരൊക്കെ ആകും, നല്ല രീതിയിൽ നോളജ് കിട്ടും, നല്ല സ്കില്ലോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് റിവാർഡുകൾ കൊടുക്കണം അല്ലെ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് എന്താണ്, അവരെ കോംപ്ലിമെന്റ് അല്ലെ, എന്തെങ്കിലും കോംപ്ലിമെന്റ് കൊടുത്ത് അവരെ ഒന്നും കൂടി അല്ലെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ സാലറിക്ക് ഇച്ചിരി കൂട്ടി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ്, താഴെയുള്ളവരും അവരുടെ ലെവലിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. അത് മാത്രമല്ല ഈ റിവാർഡുകൾ കിട്ടുന്ന അനുസരിച്ചിട്ട് എന്താണ്, അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ്, ഓർഗനൈസേഷന് അവരുടെ മാക്സിമം സപ്പോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് അവര് ആ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ ആയിട്ട്, ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കും. ഓക്കെ, അതാണ് ഫോംബ്രാൻ മോഡലിലെ അല്ലെ. ഫോംബ്രാൻ മോഡലിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ്? സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, സംഘടന ഫലപ്രാപ്തിയിലേക്ക് അല്ലെ സംഭാവന നൽകുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. These 4 constituent components of HRM and are expected to contribute to organization effectiveness അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ നല്ല ഫലപ്രാപ്തിയിലേക്ക് ഈ 4 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. അവിടെയുള്ള എംപ്ലോയീസ് മാക്സിമം വർക്കോട് കൂടിയിട്ട് അവരുടെ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ ഫോംബ്രാൻ മോഡലിന്റെ പ്രത്യേകത? ഓക്കെ ആണോ? ആയോ? ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 4 കാര്യങ്ങളിലാണ്. ഓക്കെ, 4 കോൺസ്റ്റിറ്റ്യൂവന്റ് കമ്പോണൻസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാർവാർഡ് മോഡലാണ്. ഹാർവാർഡ് മോഡൽ അല്ലെ. ഹാർവാർഡ് മോഡലിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത് നോക്കാം. One of the most significant and most influential models of HRM, the Harvard model was initially developed by several experts led by Michael Beard in 1984 at Harvard University. Okay, Harvard യൂണിവേഴ്സിറ്റിയിലെ 1984 മിഖാൽ ബിയറിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട എക്സ്പേർട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മോഡലാണ് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഹാർവാർഡ് മോഡലിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്, ദ ഹാർവാർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. ഇവിടെ ഒരു 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, ദെൻ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, then HRM policies, then HRM outcomes and long-term consequences the organization is set out to accomplish. ഓക്കെ, ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമെന്നാണ്
ഇവരുടെ അഭിപ്രായത്തില് എടുത്തു പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? സിറ്റുവേഷണൽ അല്ലെ, സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം അവിടെ ഒരു സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ ഉള്ളിലുള്ള ഘടകങ്ങളും ഉണ്ട്, പുറത്തുള്ള പല ഘടകങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പല അല്ലെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജീസ്, പോളിസികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അല്ലെ. ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളിൽ പ്രധാനമായിട്ടും നല്ല നല്ല പോളിസികളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല നല്ല നയങ്ങളും നടപടിക്രമങ്ങളൊക്കെയാണ് എങ്കിൽ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാം അത് ഫോളോ ചെയ്യുകയും ചെയ്യും, ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അല്ലെ. അതേമാതിരി തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ സംഭവമാണെന്ന് വെച്ചോ, അത് മാർക്കറ്റിൽ നല്ല വിപണനം ഉണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ്, അവിടെ മാർക്കറ്റിൽ അത് വിറ്റഴിഞ്ഞു പോകും. ഇൻ കേസ് മാർക്കറ്റിനെ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ കമ്പനി അതിന്റെ പ്രൊഡക്ഷനൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്താ കാര്യം, മാർക്കറ്റിൽ അതിന് വിപണനം കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സിനെയും കൂടി ക്ലിയർ ആയത് അല്ലെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് പല പല നയങ്ങളൊക്കെ, ഇന്റേണൽ ആയിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അവിടെ പ്രധാനമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ആയിട്ടുള്ള കുറെ പോളിസി നയങ്ങൾ രൂപീകരിക്കുമ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ രൂപീകരിച്ച് അല്ലെ. സിറ്റുവേഷൻ ഫാക്ടേഴ്സിൽ അത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഓർഗനൈസേഷനിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ നമുക്കറിയാം ലീഗൽ നിയമവശങ്ങളും ഉണ്ട് അല്ലെ. ലീഗൽ ഗവൺമെന്റ് പോളിസി നയങ്ങൾക്കൊക്കെ വിധേയമായിട്ട് തന്നെയായിരിക്കും അവിടെയൊക്കെ നടത്തേണ്ടത്. അപ്പൊ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പല ഘടകങ്ങളും അതിൽ പെടുന്നുണ്ട്. മാർക്കറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ലീഗൽ നടപടികളെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ചില പെർമിഷനും കാര്യങ്ങളൊക്കെ അല്ലെ, ചില ഫാക്ടിന് അണ്ടർ ദിസ് ഫാക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തായിരിക്കണം അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ കുറെ ഘടകങ്ങളും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് ആ ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിലെ 5 കമ്പോണൻസിലെ ഫസ്റ്റ് ഫാക്ടറാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്? ഈ പറഞ്ഞ മാതിരി തന്നെ അവിടെ കുറെ മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. നമ്മൾ കാണുമ്പോഴുള്ള ഒരു എംപ്ലോയി മാത്രമല്ല അവിടെ ഉള്ളത്, എല്ലാവരെയും കൂടി പിന്നെയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എംപ്ലോയർ ഉണ്ട്, അതായത് തൊഴിലുടമയുണ്ട്, അവിടെയുള്ള വർക്കേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, യൂണിയനുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം യൂണിയനുകൾ മുന്നിട്ട് നിന്നിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. അപ്പൊ യൂണിയനുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം എംപ്ലോയറിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാൻ അല്ലെ. അപ്പൊ എംപ്ലോയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, അവിടെ തൊഴിലുടമയുടെ ആഗ്രഹങ്ങൾ സാധിക്കണം, എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ സാധിക്കണം. യൂണിയൻ അല്ലെ, യൂണിയൻ ഉണ്ടാവും, യൂണിയനുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അവിടെയുള്ള അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റ് ആയിട്ടുള്ള അല്ലെ പുറത്തുനിന്നുള്ള വ്യക്തികളുമുണ്ട് അല്ലെ. ഗവൺമെന്റിന്റേതായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അവർക്കും നല്ലൊരു കമ്മിറ്റ്മെന്റ് കാഴ്ചവെക്കണം. അവരോടും അല്ലെ ഇടപഴകി മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഓർഗനൈസേഷന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എല്ലാവരെയും കൂടി അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ പല കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സിനോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് കൂടി പരിഗണിക്കണം, അവരുടെയും കൂടി താല്പര്യങ്ങൾ എന്താണ് പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒരു പ്രദേശത്താണ് ഒരു സ്ഥാപനം സ്ഥാപിക്കണമെങ്കിൽ അല്ലെ അവിടുത്തെ പെർമിഷൻ വേണം, വേണ്ടിവരില്ലേ? അപ്പൊ ആ പെർമിഷൻ, അവർക്ക് പെർമിഷൻ ആദ്യം തന്നെ നമുക്കറിയാം ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പെർമിഷൻ വേണം എന്നുള്ളത് അല്ലെ. അപ്പൊ അവരെ എന്താണ് അവരെയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം, അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. HRM പോളിസീസ്, അതായത് നയങ്ങൾ നമ്മൾ പറഞ്ഞു, ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു, ഒറ്റയൊരു അല്ലെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ റിക്രൂട്ട്മെന്റ് തുടങ്ങി അവിടെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ് തലം തുടങ്ങി പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല പെർഫോം ചെയ്യുന്ന ഘട്ടം വരേക്കുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കണം അല്ലെ. HRM പോളിസി എന്ന് പറയുന്നത് കുറെ മാനേജ്മെന്റ് കുറെ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകാം. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് വോയിസിന്റെ പ്രോബ്ലം അല്ലല്ലോ.
വോയിസിന്റെ പ്രോബ്ലം ആണല്ലോ. ക്ലിയർ ആവുന്നുണ്ട്? എടുക്കുന്നത് കട്ടാവുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണോ? ഞാൻ ഒന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മള് ഈ ഒരു പോയിന്റ് പറഞ്ഞു നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ് അല്ലെ. പോളിസി നയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും ഒറ്റയടിക്ക് കുറെ നയങ്ങൾ രൂപീകരിച്ചിട്ട് അല്ലെ, അവിടെ ഒരു എംപ്ലോയർ തൊഴിലുടമ കുറെ നയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന ചിലപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. തീർച്ചയായിട്ടും അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി പരിഗണിച്ചിട്ടുള്ള നയങ്ങൾ തന്നെയായിരിക്കണം കൊണ്ടുവരേണ്ടത്. Then HRM ഔട്ട്കംസ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ റിസൾട്ടുകൾ അല്ലെ. അപ്പൊ ഈ ഔട്ട്കംസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്കറിയാം ഇങ്ങനെ കുറെ അല്ലെ റിക്രൂട്ട്മെന്റ് സെലക്ഷനും അതേമാതിരി തന്നെ എന്താണ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന പോളിസികളൊക്കെ രൂപീകരിക്കണം. ഇത്ര വർഷമുള്ളവർക്കൊക്കെ എന്താണ് വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള പോളിസികളൊക്കെ രൂപീകരിക്കാം. കാര്യം ഇങ്ങനെയൊക്കെ നയങ്ങൾ രൂപീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും അവിടെയുള്ള ഓരോ എംപ്ലോയീസ് നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കണം അല്ലെ. അതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ രൂപീകരിക്കുന്നത്. ദെൻ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ്, ഇപ്പൊ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ പുതിയ ഒരു ഡ്യൂട്ടിയിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കഴിവ് നേടിയെടുക്കുന്നവരില്ല. അപ്പൊ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ചെറിയൊരു ട്രെയിനിങ് പാക്കേജ് ഒക്കെ കൊടുക്കേണ്ട വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, അവർക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അതാണ് അവിടെ HRM ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോ ഹ്യൂമൻ റിസോഴ്സിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പോളിസികളിലും ലക്ഷ്യം എന്തായിരിക്കണം, നല്ല ഔട്ട്കം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അപ്പൊ ചില ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നടപ്പാക്കേണ്ടതായിട്ട് വരും. ചില ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ എന്താണ് ഈ ലോങ് term consequence the organization is set out to accomplish. അപ്പൊ ഇങ്ങനെയല്ല, ഇതെല്ലാം ഒന്നിച്ച് അല്ലെ നല്ല ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ വേണമെങ്കിൽ. നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഓക്കെ, മൂവ് ചെയ്ത് പോവാം. എന്താണ് ഇവിടെ പറയുന്നത്, ഔട്ട്കംസ് ടു അക്കംപ്ലിഷ് അല്ലെ. നമ്മള് ലോങ് ടേം കോൺസിക്വൻസ് ദ ഓർഗനൈസേഷൻ ഈസ് സെറ്റ് അപ് ടു അക്കംപ്ലിഷ്. അതായത് വീണ്ടും നമുക്ക് എന്താണ്, ഒരുപാട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളല്ലേ ഫ്യൂച്ചറിന്റെയും കൂടി ചലഞ്ചും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള പോളിസികളൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ പോളിസികൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പല കാര്യങ്ങൾ കൂടി അവിടെ കൺസിഡർ ചെയ്യണം അല്ലെ. HRM പോളിസികൾ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഔട്ട്കംസും കൂടി നമ്മൾ നോക്കണം, അവർക്ക് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ലോങ് ടേം കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ അല്ലെ, ഭാവിയിൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പോകണം. ഇങ്ങനെല്ലാം കൂടി കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒത്തുപോന്നാൽ അല്ലെ, സിറ്റുവേഷൻ ഫാക്ടേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പരിഗണിക്കുന്നു, HRM പോളിസികൾ എടുക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അതനുസരിച്ചിട്ട് ആസൂത്രണം ചെയ്യുന്നു, HRM ഔട്ട്കംസിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇത് ലോങ് ടേം ആയിട്ടുള്ള അല്ലെ ഭാവിയിൽ വരാവുന്ന ചലഞ്ചസുകളൊക്കെ കണ്ടെത്തി അതും കൂടി അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് പോയി അങ്ങനെ ഒന്നിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഓർഗനൈസേഷന് നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അവരുടെ മോഡലില് എല്ലാത്തിനും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ആരുടെ മോഡല്? ഹാർവാർഡിന്റെ മോഡൽ അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? ഹാർവാർഡ് മോഡല് ഒറ്റയടിക്ക് കുറച്ച് പ്ലാനിങ്ങും ട്രെയിനിങ്ങും അല്ലെ, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഭാവിയേനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്, നിലവിലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ഏതോ ഒരു വ്യക്തികളെയും അല്ലെ യൂണിയനുകളെ പരിഗണിക്കുന്നു, ഹ്യൂമൻ റിസോഴ്സിനെ പരിഗണിക്കുന്നു, അതേമാതിരി തന്നെ ഗവൺമെന്റ് അല്ലെ എല്ലാവരെയും പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അങ്ങനെ വരുമ്പോഴെന്താണ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഒരുപാട് എടുക്കുന്നില്ല, നിങ്ങളെ പേടിക്കൊന്നും വേണ്ടട്ട. ഈ രണ്ട് മോഡൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ചാപ്റ്ററിലേക്ക് പോകും. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ എന്താ പറയാ പാരഗ്രാഫിന്റെ ഉള്ളിൽ വലിയ വലിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊക്കെയാണ്. ജസ്റ്റ് മനസ്സിലാക്കി പോകാന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്താണ് ഭയങ്കര വളരെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ എല്ലാ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ാണ് ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം.
ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ ഓക്കെ മാഡം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ മോഡലുകളൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയ രീതിയിൽ ഇതങ്ങനെ എന്താ പറയാ വരുന്നത്. ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങൾ ആ മോഡലും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ കേട്ടോ. അതിലും ചെറിയ രീതിയിൽ എന്താണ് 4 അല്ലെ പ്രധാനമായിട്ടും ഈ ഫോബാൻ മോഡലില് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹാർവാർഡ് മോഡലില് 5 അല്ലെ കമ്പോണൻസുകൾ ഉണ്ട്. ജസ്റ്റ് ആ കമ്പോണൻസുകളൊക്കെ മനസ്സിലാക്കിയേക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ ആരുടെ ലീഡർഷിപ്പിലാണ് ഹാർവാർഡ് മോഡല് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അത്രയൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അൺമ്യൂട്ട് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം. ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.